ഞാൻ വരുമ്പോൾ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഏതായാലും, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രവചനം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വന്നത്, ഈ പുണ്യ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരുപാട് കാലങ്ങളായി ഷാഫി തങ്ങളെക്കുറിച്ച്, ഈ പള്ളിയെക്കുറിച്ചും ഞാൻ കേൾക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ മുൻ മെമ്പറായുള്ള അഷ്റഫും ഒക്കെ എന്നെ വിളിക്കും. അങ്ങനെ പലപ്പോഴും ഈ ചടങ്ങിൽ സാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എൻ്റെ മനസ്സിൽ എന്നും കോറിയിട്ട ഓർമ്മകളാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ചടങ്ങിലാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ ചേലക്കരയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വിളിച്ചതിലുള്ള സന്തോഷവും തങ്ങളെയും ഭാരവാഹികളെയും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത് കേവലം നാട്യഞ്ചിറ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്ന ഒരു പരിപാടി മാത്രമല്ല. ഇത് സമൂഹത്തിന് മൊത്തം, സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും നൽകുന്ന സന്ദേശമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം. ഒരു കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ ബ്രിട്ടീഷുകാർ നമ്മളെ ഏൽപ്പിച്ച്, ചണ്ടിയായ ഇന്ത്യയെ ഏൽപ്പിച്ച് പോകുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ സന്തോഷമായിരുന്നു. വിദേശ രാഷ്ട്രങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു. ഒരിക്കലും ഈ രാജ്യം ഒന്നിച്ചു നിൽക്കുകയില്ല. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ അതിർത്തിയുടെ പേരിൽ ഒക്കെ പറഞ്ഞ് തല്ലുകൂടുന്ന, അല്ലെങ്കിൽ തല്ലുകൂടി പിരിയുന്ന ഒരു രാജ്യമായി ചിന്ന ഭിന്നമാകും എന്നാണ് കരുതിയിരുന്നത്. കാരണം നമുക്ക് സ്വന്തമായി ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത, അതിനുള്ള ശേഷി പോലും ഇല്ലാത്ത രാജ്യം ഇന്ന് ലോക ജനതയ്ക്ക് മുന്നേ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തെ മതപണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജാതി മത സൗഹാർദ്ദ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ വിപത്തുകൾ ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സിരകളിൽ ഓടുന്ന ചോര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, അത് മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും, അതിൻ്റെ കളർ ഒന്നാണ്. ചോര, അതിൻ്റെ കളർ ഒന്നാണ്. നമ്മൾ ഒന്നാണ് എന്ന സന്ദേശമാണ് ഈ പള്ളി അങ്കണത്തിൽ നൽകുന്ന സന്ദേശം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ച് ഒരുപാട് പണം ചെലവാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്കെല്ലാം പണമുണ്ടാകാം, പക്ഷെ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. ആ മനസ്സിനുടമയാണ് ഷാഫി തങ്ങളും അതിൻ്റെ ഭാരവാഹികളും, ഈ പള്ളിയിലെ ഭാരവാഹികളും. ഒരുപാട് സഹായങ്ങൾ, പാവപ്പെട്ടവനെ, അവശത അനുഭവിക്കുന്നവനെ കൈപിടിച്ചുയർത്തുന്ന, മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളുമായി ചേലക്കരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളി അങ്കണത്തിൽ വെച്ച് പല പരിപാടികളും നടക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ കഷ്ടപ്പെടുന്നവനും താങ്ങും തണലുമാകുന്ന ഈ പള്ളിയും പള്ളി ഭാരവാഹികളും ഷാഫി തങ്ങൾക്കും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയട്ടെ. സ്വസ്ഥമായി മനസ്സന്തോഷത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമായ ഈ ചടങ്ങ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.